ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് പോവാണ്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സിനിമയ്ക്ക് പോകണം, കുറച്ച് പർച്ചേസ് ഉണ്ട്, ഫുഡ് കഴിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പോവാം. ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചു. ഇഡ്ഡലി ആയിരുന്നു. പൊടിയും കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 8:30 ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. 9 മണിക്കാണ് സിനിമ. സമയം വൈകി ദേവേട്ടൻ ഓടുകയാണ്. അപ്പം എന്നെ ചീത്ത വിളിക്കും. ആ മുഖത്തെ ദേഷ്യം കണ്ടു കൈ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വൈകി. റൂട്ടിലാണെങ്കിൽ ഭയങ്കര ബ്ലോക്കാണ്. വണ്ടി ഇങ്ങനെ എന്ന് പറഞ്ഞ വിഷമത്തിലാണ്. ഞങ്ങൾ ഏത് സിനിമയ്ക്കാണ് പോകണമെന്നല്ലേ? ഞങ്ങൾ ലൂസിഫറിന് പോവാണ്. സോറി, എമ്പുരാനാണ് പോകുന്നത്. സിനിമ മിനിഞ്ഞാന്ന് ഇറങ്ങിയതാണ്, പക്ഷെ മിനിഞ്ഞാന്ന് കാണാൻ പറ്റിയില്ല. എനിക്ക് 2 ദിവസം വർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോകാനുള്ള ഒരു തീരുമാനം എടുത്തതുകൊണ്ട് ഇന്നാണ് പോകുന്നത്. പക്ഷെ രാവിലെ തന്നെ സിനിമയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് സിനിമ കണ്ടിട്ട് വിവരങ്ങളൊക്കെ പറയാം. ആർടെക് മോളിലാണ് ഞങ്ങൾ ഫിലിം കാണാൻ വേണ്ടി പോയത്. എന്തായി നിന്റെ കൊളംബിയ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ? അപ്ലൈ ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. I'm sure you'll get through. I hope so. അങ്ങനെ ഫിലിം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ആദ്യത്തെ കുറച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഫിലിമിനെ ബാധിച്ചിട്ടില്ല. നമുക്ക് കഥ മനസ്സിലാവാത്ത പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ദേവേട്ടാ? ഞങ്ങൾ ഫിലിം നന്നായി എൻജോയ് ചെയ്തു. ബ്രേക്കിന് നമ്മൾ പോപ്കോണും പിന്നെ കോളയൊക്കെ കുടിച്ച് നല്ല അടിച്ച് പൊളിച്ച് വൈബിലാണ് ഫിലിം കണ്ടത്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ തരാം. അപ്പോൾ ഞങ്ങൾ എമ്പുരാൻ സിനിമ കണ്ട് തിരിച്ചു പോവാണ്. സിനിമയുടെ റിവ്യൂ ഒന്ന് പറയാം. ദേവേട്ടന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ റിവ്യൂ പറയട്ടെ. ഭയങ്കര നല്ല ഫ്രെയിമാണ്, നല്ല സ്റ്റോറി ഇല്ല എന്നൊക്കെ കുറച്ച് പേര് പറയുന്നത് കേട്ടോ. പക്ഷേ ആക്ച്വലി ആ ഒരു ഫിലിമിന് പറ്റിയൊരു സ്റ്റോറി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. എല്ലാവരുടെയും അഭിനയം നന്നായിട്ടുണ്ട്. മോഹൻലാൽ, ടോവിനോ, പൃഥ്വിരാജ്, പിന്നെ മഞ്ജു വാര്യർ, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. അല്ലാതെ എനിക്ക് പേരറിയാത്ത വേറെ കുറേ പേരുണ്ട്. അടിപൊളി പെർഫോമൻസ്. മുടിയൊക്കെ വളർത്തിയ ചേട്ടനുണ്ട്, അവരൊക്കെ. അപ്പോൾ നല്ല മൂവിയാണ്, നല്ല അടിപൊളി ഫ്രെയിമാണ്. പിന്നെ എന്താ വെച്ചാൽ ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു പടമാണ്. നമ്മൾ കുറച്ച് നേരം വിചാരിക്കും ഇത് മലയാളം മൂവിയാണോ, ഇതൊരു ബോളിവുഡ് മൂവി അല്ലേ, അങ്ങനെയൊക്കെ തോന്നും. ഭയങ്കര നല്ല അടിപൊളി വിഷ്വൽസാണ്. അപ്പോൾ എല്ലാവരും ഇത് പോയി കാണാം, എന്തായാലും കാണണം. കാരണം മോഹൻലാലിൻ്റെ ലുക്ക് അടിപൊളി ലുക്കാണ്. എന്നാലും നമുക്ക് കുറച്ച് സജഷൻസ് ഒക്കെ ഉണ്ട്. ആ ഷർട്ടും മുണ്ടും കൊടുത്തിട്ടുള്ള മോഹൻലാലിനെ നമുക്ക് കുറേ മിസ് ചെയ്തു പല സീൻസിലും. എന്നാലും അടിപൊളിയായിരുന്നു. ദേവേട്ടൻ്റെ അഭിപ്രായം പറയൂ. എനിക്ക് ഭയങ്കര ആക്ച്വലി പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കര നെഗറ്റീവ് ഒരുപാട് കേട്ടിട്ടാണ് സിനിമ കാണാൻ വേണ്ടി വന്നത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഭീകരമായ കളർ ഗ്രേഡിങ്, ഭയങ്കര ഫ്രെയിമൊക്കെ വെച്ചിട്ട് ഒരു ഭയങ്കരമായ സിനിമ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. പടം ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. എനിക്ക് എവിടെയും പടം ലാഗ് അടിച്ചിട്ടില്ല. ഒരു തരി പോലും എനിക്ക് പടം ലാഗ് അടിച്ചിട്ടില്ല. പിന്നെ എല്ലാവർക്കും അറിയാം ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. സ്റ്റിൽ എനിക്ക് ഈ പടം ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഒരിക്കലും നമ്മൾ മമ്മൂട്ടി ഫാനെന്ന് വെച്ചിട്ട് നമ്മൾ ലാലേട്ടൻ ഇഷ്ടമല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എനിക്ക് 2-3 കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് അടിച്ചു. അതായത് വേറൊന്നുമില്ല, ആ ഒരു ഗെറ്റപ്പ് ഉണ്ടല്ലോ, അതായത് ഖുറേഷി ഗെറ്റപ്പിനെക്കാട്ടിലും, അത് മേ ബി നമ്മൾ കണ്ടുപഴകിയോണ്ടായിരിക്കാം, ആ ഒരു മുണ്ട് ഷർട്ട് ഇട്ട ലാലേട്ടനായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ ലാസ്റ്റ് ഫൈറ്റിലെങ്കിലും ആ ഖുറേഷി കോസ്റ്റ്യൂം മാറ്റിയിട്ട് നമ്മുടെ സ്റ്റീഫൻ്റെ കോസ്റ്റ്യൂം കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് അത്രേ ഉള്ളൂ. ആ ഒരു കോസ്റ്റ്യൂമിലുള്ള ഫൈറ്റ് ആയിരുന്നു ആക്ച്വലി നമുക്ക് കാണാൻ താല്പര്യം. അത് മേ ബി നമുക്ക് പുള്ളിയോടുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആരാധന കൊണ്ടായിരിക്കാം. എനിക്ക് ആ കോട്ടും സൂട്ടും പാൻറ്റും കണ്ണടയും തോക്കൊന്നും പിടിച്ച് വരുന്ന ലുക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് എന്തോ എനിക്കൊരു പുള്ളിക്ക് ചേരാത്തോടെ തോന്നിയിട്ടുണ്ട്. അത് വയനാട് കട്ട് ചെയ്ത് കളിയാന്ന് കാണിക്കരുത്. അപ്പോൾ പക്ഷെ എനിക്കതെന്തോ
നമ്മളെ മനസ്സിൽ അതല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ബാക്കിയെല്ലാം വെച്ച് എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും കാണേണ്ട സിനിമയാണ്, മസ്റ്റായിട്ട് നമ്മൾ കാണേണ്ട. വയലൻസ് ഉണ്ട്, പക്ഷെ സ്റ്റിൽ അത് അങ്ങനെ എന്നാലും ഓക്കെ കാണാം. അത്യാവശ്യം ഒരു തവണയൊക്കെ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഞാൻ ഒരുപാട് നെഗറ്റീവ് കേട്ട് വന്ന ഒരാളാണ്. സ്റ്റിൽ എനിക്ക് പടം ഇഷ്ടമായി. അതാണ് എൻ്റെ റിവ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞങ്ങള് ഫിലിം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. പർച്ചേസ് ചെയ്യണോ ഫുഡ് കഴിക്കണോ എന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് കാണാം. ബൈ ബൈ. നൈസ്. ഒന്ന് തടിച്ച പണിയാണ്. ഇല്ലടാ, അത് ഫുൾ സ്ലീവാ. അങ്ങനെ ഷൂട്ടിന് വേണ്ട കുറച്ച് ഡ്രസ്സുകൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ഷോപ്പാണ് കേട്ടോ. നമുക്ക് ദേവേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. വിൻറ്റേജ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. സ്ഥലം പാപ്പനംകോട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് പോണത്. വലിയ ഷോപ്പൊന്നുമല്ല, ചെറിയ ഷോപ്പാണ്, പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഷൂട്ടിനൊക്കെ ആണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്. അപ്പോൾ നിങ്ങളിവിടെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്യുക. അപ്പോൾ ഞങ്ങളതിന് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ക്ഷീണിച്ചു, എൻ്റെ എനർജിയൊക്കെ പോയില്ലേ, ക്ഷീണിച്ചു. ഞങ്ങളതിന് ഫുഡ് കഴിക്കട്ടെ. ദേവേട്ടിന് കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്, ചിക്കൻ കുഴിമന്തി. ഞാൻ പൊറോട്ടയും ബീഫ് ഫ്രൈയുമാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫുഡാണ്. ഞങ്ങളിവിടെ മുന്നേ വന്ന് കഴിച്ചതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് നല്ലതായതുകൊണ്ട് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഡേറ്റ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. മധുരവും എരിവും ഒക്കെ കൂടി നല്ല അടിപൊളി സാധനം, എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഉറക്കം വന്ന് ക്ഷീണിച്ച് റൂമിലേക്ക് പോവാണ്. ആകെ ക്ഷീണിച്ചു, നല്ല ചൂട്, ഭയങ്കര ചൂട്. ഇനിയും നമുക്ക് കുറച്ച് പർച്ചേസും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് മുണ്ട് വാങ്ങിക്കാനുണ്ട്. അപ്പം അങ്ങോട്ട് പോകണം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ബാലരാമപുരത്താണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കുത്താമ്പുള്ളിയൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ നിറയെ ഷോപ്പുകളുണ്ട്. വീടിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പാണ്. അവിടെ നമുക്ക് അതെനിക്ക് ദാഹം, ഞാൻ വീട്ടിലത്തെ വെള്ളം മാത്രമേ കുടിക്കൂ. കട്ടി. ആ, ഇതാണ് ബാലരാമപുരത്തെ. ഇവിടെ ഡബിൾ മുണ്ട്, സിംഗിൾ മുണ്ട്, അതുപോലെ തന്നെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, സെറ്റിൻ്റെ കുട്ടികളുടെ ഐറ്റംസ്, അതുപോലെ ചുരിദാർ, ടോപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ ഷോപ്പിൽ. ചേച്ചി കസവിൻ്റെ ടോപ്പ് ഉണ്ടോ? ഒന്ന് കാണിച്ചു. എടുത്തോളൂ ഒരു 3-3.25. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ദേവേട്ടൻ്റെ പാട്ട്.
ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു മൊത്തം. ഞങ്ങൾ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തു. ഫിലിമിന് പോയി, പർച്ചേസൊക്കെ ചെയ്തു, പിന്നെ ഫുഡ് കഴിച്ചു. അടിപൊളിയായിരുന്നു. ഒരൊറ്റ ദിവസം 10,000 രൂപ ചിലവായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അടിപൊളിയായിരുന്നു. വളരെ നല്ല ദിവസം. 10,000 രൂപ ചിലവാക്കാൻ കഴിയുന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ അറിയാതെ ആഗ്രഹിച്ചു. എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാണ്, മനസ്സിലായോ? പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സ്വന്തം ഷൂട്ടിന് ആവശ്യമുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്തതാണ് ഏറ്റവും വലിയ ചെലവ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ എന്തെങ്കിലും പറഞ്ഞു, ഞാൻ എന്നോട് ഇപ്പോൾ എൻ്റെ ആവശ്യത്തിന് ചിലവാക്കി. ഞാൻ അങ്ങനെ നിന്റെ അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നല്ല കാര്യമാണ്. ഈ ഷൂട്ടിംഗ് ഈ ഫീൽഡിലുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അവർക്കൊരു ഭാഗത്ത് നിന്ന് പൈസ കിട്ടുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ സാധനങ്ങൾ മേടിച്ച് ചിലവാക്കണം. അതെ പവർ വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പിന്നെന്താ, ദയവായിട്ട് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി മുടി കെട്ടാൻ പോവാ, സ്റ്റൈലായിട്ട് ഈ ലുക്കൊക്കെ മാറി വരുമ്പോൾ വേറെ ആളാവുന്ന പറഞ്ഞു. ലുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ ഒന്ന് വൃത്തിമേനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിലാക്കി ദേവേട്ടൻ വീണ്ടും പുറത്തു പോകും. ഗൈസ്, ദേവേട്ടൻ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. എൻ്റെ അതിയായ റിക്വസ്റ്റ് മാനിച്ച് ഞങ്ങളിങ്ങനെ വണ്ടി പോകുമ്പോൾ ഭയങ്കര ഗായകനാണ്. പാട് ദേവേട്ടാ. ഞാൻ ഇതെവിടെ പോസ്റ്റ് ഇല്ല, വെറുതെ എൻ്റെ കയ്യിൽ വെക്കാനാ. അവിടെ പാടുമ്പോ അതിന് കൂടെ പാടാൻ എനിക്കറിയുള്ളൂ. ശരി, ഞാനും പാടാം. അങ്ങനെയല്ല, ചിത്രത്തിച്ച് പാടുമ്പോ ഞാൻ കൂടെ പാടും. ഞങ്ങൾ അങ്ങനെയാണ്, നമ്മളെ ബന്ധം. ഓക്കെ ശരി. ഇപ്പൊ ചിത്ര ചേച്ചി ഇല്ലല്ലോ, ഇപ്പൊ തൽക്കാലം എന്നെ അഡ്ജസ്റ്റ് ഞാൻ പാടിത്തരാം കൂടെ. തുടക്കം എന്തായിരുന്നു? സംഭവം നേരിട്ട് നന്നായി പാടും. നാണക്കേട്. ഭയങ്കര ഗായകനാണ് പണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട കാലത്ത് എനിക്കൊരു പാട്ട് പാടി തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ AR റഹ്മാന്റെ ഒരു ഒന്ന് പഠിക്കുന്നത് കേട്ടോ. ഇതിലാണ് ദൈവങ്ങൾ. ഞാൻ ആ പാട്ട് കേട്ടിട്ടാണ് വീട് പോയത്. ഞാൻ ചോദിച്ചു കേട്ടോ, ദേവേട്ടാ എനിക്കൊരു എന്നോട് പറയും ഒരു പാട്ട് പാടി തരുമോ? അപ്പം ഞാൻ ആ പാട്ട് പാടിത്തരാം, ഞാൻ പാടി കൊടുക്കും, എനിക്ക് പറ്റുന്ന പോലെ പാടും. അപ്പോൾ ദേവേട്ടനോട് നമ്മൾ കുറേ പാടുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കും ഒരു പാട്ട് എനിക്ക് പാടിത്തരുമോ? അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടായിരുന്നു, സ്നേഹിതനെ എന്ന് പറയുന്ന പാട്ടിൽ ഒരു ചെറിയ റഹ്മാൻ പാടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞു അതൊന്ന് പാടിത്തരുമോ? എന്നിട്ട് ദേവേട്ടൻ അപ്പൊ തന്നെ എനിക്കത് പാടി തന്നു. അതെ, അതൊന്ന് പാടിത്തരുമോ? അന്ന് ഞാൻ ആ പാട്ട് പാടി തരാൻ പറഞ്ഞപ്പോ പാടി തന്നപ്പോ ഞാനൊന്ന് ചിരിച്ചു പോയി. സംഭവം വേറെ ഒന്നല്ല, ആ പാട്ട് അത് ഇൻസൾട്ട് ആണോ ഗൈസ്? നിങ്ങൾ പറയൂ. ആ പാട്ടിന്റെ മ്യൂസിക് മാറ്റി, ലൈൻ മാറ്റി. പിന്നെ അത് അറിഞ്ഞുകൊണ്ട് ഒരാളെ അപമാനിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ചിരിക്കുക എന്ന് പറയുന്നത് ഒരു അപമാനമാണോ? നമ്മൾ കളിയാക്കി ചിരിക്കുന്നത് വേറെ. ഒരാള് മ്യൂസിക് ഒക്കെ മാറ്റി പാടുമ്പോ നമുക്ക് അറിയാതെ ഒരു ചിരി വരുമല്ലോ. ഒന്ന് ശബ്ദം എടുത്തത് എനിക്ക് പാടി തരില്ല. പിന്നെ ഇപ്പൊ വണ്ടിയിൽ ഇരുന്നപ്പോ നമ്മള് കാറ് വാങ്ങിച്ചതിന് ശേഷമാണ് പിന്നെ ഒന്ന് പാടി തുടങ്ങിയത്. ഇതൊക്കെ എന്ത് ദേവേട്ടന്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ, പ്രഷർ ബോംബ് വഴി കാണുന്ന ആൾക്കാരെ മുഴുവൻ ചീത്ത വിളിച്ച്. നമ്മൾ റോഡിൽ അനാവശ്യമായ
കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാത്ത ആൾക്കാർ ചീത്ത പറയണം. കാരണം ഇത് നമ്മുടെ ഇന്ത്യയിലെ ഞാൻ പറയാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വണ്ടി ഓടിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിലെ ആളുകൾ മനസ്സിലാക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അശ്രദ്ധ മൂലം ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിക്കുന്നില്ല. കാരണം നിങ്ങളൊരു ബൈക്ക് ഓടിക്കുമ്പോൾ അത് റോഡിൻ്റെ സൈഡിൽ കൂടെ ഓടിച്ചിട്ട് പോവുക, അപ്പോൾ മറ്റുള്ള വണ്ടിക്കാർക്ക് പോകാൻ സ്ഥലം ഉണ്ടാകും. അല്ലെങ്കിൽ ഒത്തിരി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും പോകാനുള്ള സൗകര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈനിൽ കൂടെ സ്പീഡിൽ പോകാം, അല്ലെങ്കിൽ സ്ലോ അപ്പുറത്ത്, അല്ലെങ്കിൽ മെല്ലെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകും. ഇതൊക്കെ മിനിമം നോളജാണ്. ഇതൊന്നും ഇല്ലാണ്ട് ഇടയെന്നൊക്കെ വണ്ടി കുത്തി കയറ്റുക, ഈ റോഡിൽ നിങ്ങോട്ട് കയറാനാണെങ്കിൽ റോഡിൻ്റെ പകുതി കയറ്റി നിർത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഞാൻ പ്രതികരിക്കും. ഐ എം സോറി. എനിക്ക് തോന്നുന്നു ഒരു 10-21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഡ്രൈവിംഗ് സിസ്റ്റമൊന്നും ഇങ്ങനെയല്ല. ഞാൻ വളരെ അച്ചടക്കത്തോടുള്ള വണ്ടി ഓടിക്കാൻ കണ്ട് വളർന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് അതൊന്നും സഹിക്കാൻ പറ്റാത്തത്. അതാണ് എൻ്റെ പ്രശ്നം. ഒരു നീണ്ട ക്ലാസ് തന്നതിന് ഞാൻ നിങ്ങളോട് ക്ഷമ പറയുന്നു, ക്ഷമിക്കുക. ഇനി ഇങ്ങനത്തെ ക്ലാസ്സുകൾ തരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നാളെ ഞാൻ വീട്ടിലേക്ക് നാട്ടിലേക്ക് പോവാണ്. ആദ്യം അവിടെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ദേവേട്ടിന് ഷൂട്ടിനോട് ദേവേട്ടിന് വരാൻ പറ്റില്ല. നാളെ മോർണിംഗ് ട്രെയിനിൽ നാട്ടിലേക്ക് പോകും. അപ്പോൾ ദേവേട്ടൻ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.